ആക്ച്വലി കുട്ടിയുടെ പിതാവ് കംപ്ലൈന്റ് ആണ്. അപ്പം ആ കുട്ടിക്ക് കുറച്ച് വിഷമം ഉണ്ടായപ്പോൾ സ്കൂളിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ കൗൺസിലറുടെ മുമ്പിൽ വെളിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് അവർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ഒരു പോക്സോ വകുപ്പുകൾ ചുമത്താവുന്ന ഒരു കംപ്ലൈന്റ് ആണ് അജയ് കൃഷ്ണനെതിരെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ HRDSന്റെ ഒരു വിശദീകരണം? അത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ന്യൂസ് തന്നെയാണ്. അത് അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് തിങ് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു എംപ്ലോയി അവരുടെ ഒരു ഈഗോ ബാറ്റിലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. സോ അതിന് എഗെയിൻസ്റ്റ് നമ്മളൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമല്ലോ. അത് ചെയ്തതിനെ തുടർന്നിട്ടാണ് അവരിങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്നലെ വൈകുന്നേരം ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 19 and 22 ആണ് തോന്നുന്നു അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതെ, സെക്ഷൻ 9 മൂവി മറ്റു കാര്യങ്ങൾ ഇല്ല, ചെയ്തിട്ടില്ല. ഇല്ല, അവരതിന്റെ അന്വേഷണത്തിലാണ്. പോലീസ് അതിനെ കുറിച്ച് അല്ല, അത് 24 hours 5 o'clock ആവുമ്പോഴല്ലേ 24 hours ആവുന്നത്. അതിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം 3 o'clock അല്ലേ ആയിട്ടുള്ളൂ. അതെ, അവർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് അൺനോൺ എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ദേ ഹാവ് നെവർ സ്റ്റേറ്റഡ് ദ നെയിം ഓഫ് അജയ് കൃഷ്ണൻ സർ. ഒറ്റ കാര്യം, അതായത് ഈ കുട്ടിയുടെ പിതാവ് കൊടുത്ത കംപ്ലൈന്റ് ആണോ അല്ലെങ്കിൽ സ്കൂളിലെ കൗൺസിലർ അങ്ങനെ ചൈൽഡ് ലൈൻ അങ്ങനെ വന്ന കംപ്ലൈന്റ് ആണോ ഇത്? ആക്ച്വലി കുട്ടിയുടെ പിതാവ് കംപ്ലൈന്റ് ആണ്. അപ്പം ആ കുട്ടിക്ക് കുറച്ച് വിഷമം ഉണ്ടായപ്പോൾ സ്കൂളിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ കൗൺസിലറുടെ മുമ്പിൽ വെളിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് അവർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇൻ ദ കംപ്ലൈന്റ് ദേ ഹാവ് നോട്ട് മെൻഷൻ ദ നെയിം ഓഫ് ദി അജയ് കൃഷ്ണൻ സർ. നെയിം പറഞ്ഞിട്ടില്ല കംപ്ലൈന്റിൽ. പരാതി എന്ന് പറഞ്ഞ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, അതായത് അവർ പരാതിയുടെ പകർപ്പ്. അതെ 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 നിങ്ങൾക്ക് അറിയാമല്ലോ, പോക്സോ ആക്ട് പ്രകാരം നമ്മളുടെ ഇവിടെ ഡൽഹിയിലല്ല നാട്ടിലായാൽ തന്നെ ഒരുപാട് ഫോൾസ് കേസസ് വരുന്നുണ്ട്. അപ്പം ഒരു ഹി വാസ് വർക്കിംഗ് ഇൻ ദി HRDS വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ഉണ്ടായ കുറച്ച് അവരുടെ ഔദ്യോഗികപരമായ കുറച്ച് കാര്യങ്ങൾക്കുള്ള റിവെഞ്ച് എന്ന നിലയിലാണ്. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഗിവൺ ഹിം നോട്ടീസ്. ഹി ഹാഡ് accepted it and then he had replied it. Then later we have given him a transfer notice stating that he will join in the Andhra Pradesh office. So after that only he filed such a fabricated complaint. അയാൾ ഒരു 3-4 ദിവസമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കംപ്ലൈൻറ്റുമായിട്ട് നടക്കുകയാണ്. പക്ഷേ ഇന്നലെ മാത്രമാണ് ഈ ഒരു കൗൺസിലറുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു കംപ്ലൈന്റ് ഇവിടെ. മാഡം, ഒരു ഈഗോ പ്രശ്നത്തിന്റെ പേരിൽ സ്വന്തം മകളുടെ ഒരു കാര്യമായിട്ട് അങ്ങനെയൊക്കെ ആളുകൾ അല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പിതാക്കളും ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ബോധ്യമാവുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ബിറ്റി സുധീർ. അല്ല, കൗൺസിലറിന്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. ദാറ്റ് ഈസ് വിത്ത് ദ SHO. അത് നോക്കിയിട്ട് പറയാം. അല്ല, എനിക്ക് 20 ലക്ഷം രൂപ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ആ വോയിസ് ക്ലിപ്സിലുണ്ട്. കൗണ്ടർ കേസ് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് കൊടുത്ത നോട്ടീസുകളെല്ലാം ഉണ്ട്. നമുക്കിവിടെ ഉള്ള CC ക്യാമോ അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെയുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതാണ് ഒരു എംപ്ലോയിക്ക് എഗൻസ്റ്റ്. അതിലും ഒരു ഇതല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ മറ്റാരോ HRDSനെ കോർണർ ചെയ്ത് HRDSനെ തകർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. HRDSനെ തകർക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം നിങ്ങൾക്കറിയാവുന്നതാണ്. കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്ത കേസുകൾ എത്ര എടുത്തു. ഇപ്പോൾ നമ്മുടെ പാലക്കാട് നമ്മുടെ മണ്ണാർക്കാട് കോടതിയിൽ ST കേസ് ഒരു അടിസ്ഥാനമില്ല, നടക്കാത്ത ഒരു നടന്നു എന്ന് പറയുന്നതിന് 1 വർഷം കഴിഞ്ഞ് FIR ഇട്ട കേസാണ്. അതിപ്പോൾ കോഷ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വാദി വന്ന വാദിയെ തല്ലിയിട്ടുമില്ല, വാദി ഞങ്ങൾ അറിയുകയില്ല. ഇതാണ് അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ട് HRDS പിന്നിലായിരുന്ന നിങ്ങൾ സംശയിക്കുന്നത്. അത് പല തരത്തിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ ജമ്മു കാശ്മീരിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും HRDSനെ കോർണർ ചെയ്ത് HRDSനെ ഡിഫെയിം ചെയ്യാന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഈ കാര്യങ്ങൾ വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്കും കുറച്ചുകൂടെ ആഴത്തിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളും ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾക്കത് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്. ഇത് 2 തരത്തിലും വരുമല്ലോ. കാരണം ഞങ്ങളുടെ
അല്ല, ഇത് വ്യക്തിപരമായിട്ടുണ്ടായ ഉത്ഭവിച്ച ഒരു കാര്യമല്ല. ഇത് കാരണം HRDs എന്ന് പറഞ്ഞാൽ സംഘടനയുടെ പിന്നെ ഫൗണ്ടറും സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കോർണർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് കൂട്ടായി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് സംഘടന എന്നുള്ള നിലയിൽ. ഇക്കാര്യത്തിൽ HRDSൽ മറ്റ് അഭിപ്രായങ്ങളൊന്നുമില്ല. പിന്നെ അതെ, പിന്നെ അഭിപ്രായങ്ങളൊന്നുമില്ല. അതെ, പിന്നെ അഭിപ്രായങ്ങളൊന്നുമില്ല. കാരണം ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതെ, ഇപ്പം ട്രാൻസ്ഫർ ചെയ്തത് ആദ്യത്തെ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് പിന്നെ 1 മന്ത് മെഡിക്കൽ നിർബന്ധിത പിന്നെ മെഡിക്കൽ ലീവ് കൊടുത്തു. അതിനുശേഷമാണ് പിന്നെ ആന്ധ്രയിൽ നമുക്ക് ഓഫീസുണ്ട് നെല്ലൂർ, ആ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള തീരുമാനം വന്നത്. അത് പുള്ളി അഡ്മിറ്റ് ചെയ്യാതെ കൊണ്ട് അന്ന് മുതലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിലാണ് പല കാര്യങ്ങളും സെക്രട്ടറി പിന്നെ ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ വീണ്ടും അതിനൊരു എക്സ്പ്ലനേഷൻ നോട്ടീസാണ് കൊടുത്തത്. അതിന് വിശദീകരണം ചോദിച്ചുകൊണ്ട്. അല്ലാതെ നമുക്ക് വേറൊരു ഇദ്ദേഹത്തെ പിന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറക്കി വിടുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക ആ ഒരു ഉദ്ദേശം നമുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ തരത്തിലേക്ക് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് HRDSനെ ഡിഫെയിം ചെയ്യുക, HRDSൻ്റെ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഈ പരാതിക്കാരൻ പലതവണ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഈ അജയ് കൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരെ പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ്, അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഭയം HRDSന്? ഒരു ഭയം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ നിങ്ങളോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ഭയവുമില്ല. HRDSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാനുള്ള ഒരു കാര്യമില്ല. തികച്ചും സ്വകാര്യമായിട്ടാണ് ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഒന്നും രഹസ്യമായിട്ടില്ല, ഒന്നും ഒളിക്കാനില്ല.